നമസ്കാരം. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നും സ്ഥലം മാറ്റിയിട്ടും മെത്രാപ്പോലിത്തയുടെ സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ച മണവാളന്റെ ശുശ്രൂഷയ്ക്കായി 2 സഹായികളെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസുമായി പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്ത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മണവാളൻ 5-ാം തീയതി നടന്ന വൈദിക സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിയെത്തിയതാണ്. ഗുരുതരമായ അഴിമതിയും അധികാര ദുർവിനിയോഗവും നടത്തിയ അദ്ദേഹത്തെ 24 മണിക്കൂറുകൾക്കകം ബസിലിക്കയിൽ നിന്നും പുറത്താക്കണമെന്ന സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കാൻ വികാരി മെത്രാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അനധികൃതമായി ബസിലിക്കയിൽ തുടരുന്ന അദ്ദേഹത്തെ വൈദിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയും ബസിലിക്ക വികാരിയുടെ ചാർജുള്ള ഞാളിയത്തച്ഛനെ വിമതരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വൈദിക യോഗത്തിൽ നിന്നും മേജർ ആർച്ച് ബിഷപ്പ് ഇറക്കിവിടുകയും ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക ദേവാലയത്തിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ടതിനു ശേഷം നിയമവിരുദ്ധമായി തുടരുന്ന ഫാദർ വർഗീസ് മണവാളന്റെ ആരോഗ്യസ്ഥിതി വഷളായ സ്ഥിതിക്ക് അദ്ദേഹത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റേണ്ടത്. ഫാദർ വർഗീസ് മണവാളന്റെ രോഗം മാറ്റുവാനുള്ള സംവിധാനം എറണാകുളം ബസിലിക്കയുടെ പള്ളിമുറിയിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭയിലെ പുരോഹിതർക്ക് സഭയുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രികളിലാണ് പ്രധാനമായും ചികിത്സ ലഭ്യമാക്കുന്നത്. പുരോഹിതരുടെ ആരോഗ്യ മേഖലകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ ഉടനടി തന്നെ അവരെ ആശുപത്രിയിലാക്കിയാണ് ചികിത്സിക്കുന്നത്. എറണാകുളം ബസിലിക്കയുടെ മുൻ വികാരി സ്ഥലം മാറ്റപ്പെട്ട ശേഷവും അവിടെ തുടർന്ന് അനധികൃതമായി താമസിക്കുന്ന മുറിയിൽ തന്നെ ചികിത്സ വേണമെന്ന നിർബന്ധ ബുദ്ധി ഉപേക്ഷിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് വേണ്ടത്. ബസിലിക്കയുടെ ഭരണം പോലീസിന്റെ കയ്യിലാണെന്ന മട്ടിലാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാവമത്രേ. ബസിലിക്ക സംരക്ഷണത്തിനായി രാപ്പകൽ ബസിലിക്കയ്ക്ക് മുന്നിൽ കാവലിരിക്കുന്ന വിശ്വാസികൾക്ക് ഈ നോട്ടീസ് നൽകാനായി പോലീസ് ഉദ്യോഗസ്ഥൻ എത്തി എന്നതാണ് ഏറെ വിചിത്രം.